والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. നമ്മൾ അവരുടെ മഹത്വങ്ങൾ പറയുന്നത് അവരെ വലുതാക്കാനല്ല, അവരെ ഉയർത്തിയത് അള്ളാഹുവാണ്. നമ്മൾ അവരുടെ മഹത്വം പറഞ്ഞതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഉയർച്ചകൾ ഉണ്ടാകേണ്ടതില്ല. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു. അവരുടെ ചരിത്രങ്ങൾ പഠിക്കുക വഴി നമുക്കുയരാനും നമുക്ക് പുണ്യം നേടാനുമാണ് നാം ശ്രമിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലയുടെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. അബു ഹംസ അനസ് ബിൻ മാലിക്, അബു ഹംസ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അൻസാരിയാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ, സ്വഹാബത്ത് ഹിജ്റ വന്നപ്പോൾ മദീനയിൽ അവരെ സ്വീകരിച്ചവർ അവരാണ് അൻസാരികൾ. അൻസാരി കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. ഖാദിമുൻ നബി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിം, സേവകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി കൂടെയാണ്. വേറെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാദിമുകളുണ്ട്. അതിലേറ്റവും പ്രസിദ്ധൻ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവാണ്. ഹദീസ് ധാരാളം റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ മാലിക് ബിൻ നദർ, അതുപോലെ അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ സഹോദരൻ അനസ് ബിൻ നദർ. ഈ അനസ് ബിൻ നദർ, അദ്ദേഹത്തിൻ്റെ പേരാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചത്. അനസ് ബിൻ നദർ അദ്ദേഹം വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. ബദറിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഉഹദ് വന്നപ്പോൾ ആ ബദറിലെ കടം അദ്ദേഹം വിട്ടുകയാണ്. ആദ്യമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇനിയൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നന്മയിൽ മുന്നേറുന്നത് എന്ന്. ഉഹദിൻ്റെ വിളിയാളം വന്നപ്പോൾ, ഉഹദിൻ്റെ മണ്ണെ, സ്വർഗത്തിൻ്റെ ഗന്ധമിത ഞാൻ നുകരുന്നു എന്ന് പറഞ്ഞ് ഉഹദ് ഭൂമിയിലേക്ക് എടുത്തു ചാടിയ സ്വഹാബി. ആ യുദ്ധക്കളത്തിൽ 80ഓളം വെട്ട് ശരീരത്തിലേറ്റ് ശരീരം ശത്രുക്കൾ വികൃതമാക്കിയ മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു. ഒരു നന്മ നഷ്ടപ്പെട്ടപ്പോൾ അതിലതിയായി ദുഃഖിക്കുകയും അടുത്ത ഒരു അവസരം ലഭിച്ചപ്പോൾ അത് ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത സ്വഹാബിയാണ് അദ്ദേഹം. യുദ്ധം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരി കൈഭാഗം നോക്കി, അങ്ങനെയാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരീരം തിരിച്ചറിയുന്നത്. ആ സ്വഹാബിയുടെ പേരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ അമ്മാണ് അദ്ദേഹം. യസ്രിബിലാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനനം. യസ്രിബ് മദീനയുടെ പഴയ പേരാണ്. റസൂലുള്ളാഹിയുടെ ഹിജ്റയ്ക്ക് ശേഷം മദീനത്തുർ റസൂൽ എന്ന് ആ നാടിന് പേര് വന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല ധാരാളം മക്കളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന കാരണത്താൽ സന്താനങ്ങളിൽ ബറക്കത്ത് ലഭിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉമ്മു സുലൈം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെ ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ് അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ഓരോ സ്വഹാബികളും ആഗ്രഹിച്ചത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. പലരും ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചു വലിച്ചു. റസൂലുള്ളാഹിയുടെ തുണിപ്പൊതികൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കാരണം ഓരോരുത്തരുടെയും ആഗ്രഹം റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലുണ്ടാകണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നതായിരുന്നു. എന്നാൽ എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടുകയില്ല, ഒരാൾക്ക് മാത്രമേ അതിനുള്ള അവസരം കിട്ടുകയുള്ളൂ. ഉമ്മു സുലൈം മറിച്ചാണ് ചിന്തിച്ചത്. തൻ്റെ മകനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുക, അവരുടെ തട്ടം രണ്ടായി കീറി തൻ്റെ മകന് ഒരു തുണിയായി നൽകി, ചെറിയ 10 വയസ്സിൽ താഴെയുള്ള കൊച്ചു അനസുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തി. അവർ പറയുന്നുണ്ട്, നബിയെ, എല്ലാവരും അങ്ങേക്ക് ഹദിയകൾ നൽകുന്നു, സമ്മാനങ്ങൾ നൽകുന്നു. എൻ്റെ കൈകളിൽ ഹദിയ നൽകാൻ ഒന്നുമില്ല. എൻ്റെ മകനെ അങ്ങയുടെ കൂടെ നിർത്തുക, എൻ്റെ മകൻ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യും, ഒരു ഖാദിമായി എൻ്റെ മകനെ സ്വീകരിക്കുക എന്ന് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഒരു ഉമ്മയുടെ ബുദ്ധിയാണത്. ആ മകനെ കൊണ്ട് ആ ഉമ്മ നേടിയത് എത്ര മഹത്തരമായ പുണ്യമാണ്. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ തണലിലാണ് വളർന്നത്. എത്രയോ വിജ്ഞാനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2286 ഹദീസുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. റസൂലുള്ളാഹിയോട് തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഉമ്മ ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമ്പത്ത് ധാരാളമായി ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ചരിത്രത്തിൽ കാണാം, ബഹ്റൈനിൽ നിന്ന് പോലും വർഷത്തിൽ 2 തവണ അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ വിളവെടുപ്പിൻ്റെ സമ്പാദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തുമായിരുന്നു. മറ്റു ഈത്തപ്പഴ മരങ്ങളെക്കാൾ അധികം ഫലങ്ങൾ കായ്ച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരങ്ങളിൽ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണത്. സന്താനങ്ങളും പേരമക്കളുമായി 100ഓളം മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലരും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പകർച്ചവ്യാധികൾ കാരണം അങ്ങനെ പല രൂപത്തിൽ ധാരാളം മക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലം ജീവിക്കാൻ അവസരം ലഭിച്ച സ്വഹാബി കൂടെയാണ് അദ്ദേഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റേത്. ഹദീസിൻ്റെ സദസ്സുകളിൽ ഇരുന്നു, അത് ധാരാളം ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഹദീസ് ജീവിതത്തിൽ അമലാക്കി. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖി മാ യുഹിബ്ബു ലി നഫ്സിഹി. തനിക്കിഷ്ടമുള്ളത് തൻ്റെ സഹോദരനും ആഗ്രഹിക്കുന്നത് വരെ, ഇഷ്ടമുണ്ടാകാൻ കൊതിക്കുന്നത് വരെ ഒരാളുടെ ഈമാനും പൂർണ്ണമാവുകയില്ല. ഒരിക്കൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഒരു സാധനം, അത് കച്ചവടം വാങ്ങുന്നതിന് വേണ്ടി പോവുകയാണ്. കച്ചവടക്കാരൻ സ്വാഭാവികമായി വിലപേശി, അതിന് നിങ്ങൾ ഇത്ര രൂപ തരണം. സ്വാഭാവികമായി അത് വാങ്ങാൻ ചെന്ന ആൾ വില കുറച്ചാണ് പറയേണ്ടത്. ഇത്രയാണ് പറയുന്നതെങ്കിൽ 100 പറയുകയാണെങ്കിൽ ഞാൻ 80 തരാം, അല്ലെങ്കിൽ 90 തരാം. അങ്ങനെയാണ് വിലപേശൽ. കച്ചവടക്കാരൻ ഒരു വില പറഞ്ഞപ്പോൾ അതിനേക്കാൾ വില കൂട്ടി മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അതിൽ കൂടുതൽ തരാം. ഈ കച്ചവടക്കാരൻ അത്ഭുതപ്പെടുകയാണ്. അയാൾ ചോദിച്ചു, എന്താണ് താങ്കളെ ഇത് പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്? സാധാരണ വില കുറച്ച് പറയുകയാണല്ലോ പതിവ്. ഞാൻ പറഞ്ഞ വിലയേക്കാൾ വില കൂടുതൽ നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ്? അതിന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖി മാ യുഹിബ്ബു ലി നഫ്സിഹി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ് എനിക്ക് വില കൂട്ടിപ്പറയാൻ, ഞാൻ കൂടുതൽ വില കൊടുത്ത് നിങ്ങൾ പറഞ്ഞ വിലയേക്കാൾ വില തന്നു വാങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, എത്രമാത്രം ഒരു ഹദീസ് ജീവിതത്തിൽ അമലാക്കാൻ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയതും ഏറ്റവും നല്ല രൂപത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നു, വല്ലാഹി ലഖദ് ഖദിംതുഹു 9 സിനീൻ, 9 വർഷക്കാലം 10 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തു, സേവനം ചെയ്തു. ഞാനൊരു കാര്യം ചെയ്ത് അതെന്തിനു നീ ചെയ്തു, ലിമ ഫഅൽത എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല.
ഒരു കാര്യം ചെയ്യാത്തതിന് എന്തുകൊണ്ട് ചെയ്തില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പം അത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് മാന്യമായി പെരുമാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ സൗന്ദര്യവും ഈ വാക്കുകൾ നമ്മെ അറിയിച്ചു നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അടുത്ത തലമുറക്ക് കൈമാറിയ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക്. എങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മലമൂത്ര വിസർജനം, ആ സമയത്തുള്ള മര്യാദകൾ, ആ ഓരോ കാര്യങ്ങളും അടുത്ത തലമുറയെ പഠിപ്പിച്ചു കൊടുത്ത, റസൂലുള്ളാഹിയുടെ ജീവിതത്തെ കൈമാറിയ സ്വഹാബിയാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മരണം ബസ്രയിലാണ്. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഹിജ്റ 90, ചില പണ്ഡിതന്മാർ 92, 93 എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും ബസ്രയിൽ അവസാനം മരണപ്പെട്ട സ്വഹാബിയാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. മുഹമ്മദ് ബിൻ സീരീൻ അദ്ദേഹം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല മയ്യത്ത് കുളിപ്പിച്ചു. ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തോട് ഏറ്റവും അധികം എനിക്ക് സാദൃശ്യം തോന്നിയത് ഇബ്നു ഉമ്മി സുലൈം അഥവാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നമസ്കാരമാണ് എനിക്ക് റസൂലുള്ളാഹിയുടെ നമസ്കാരത്തോട് ഏറ്റവും അധികം സാദൃശ്യം തോന്നിയത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി. ഇപ്പോൾ സഹോദരന്മാരെ, കുറഞ്ഞ കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൂടെ നിൽക്കാൻ അവസരം ലഭിച്ചു. ആ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. റസൂലുള്ളാഹിയിൽ നിന്ന് കഴിയുന്നത്ര വിജ്ഞാനം നുകർന്നു. ഞാൻ കുറേ പഠിച്ചു, ഇനി അതുകൊണ്ട് ഞാൻ വിശ്രമിക്കുകയാണ്. ഇനി നബിക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്തതല്ലേ, അതുകൊണ്ട് ഇനി കുറച്ചു കാലം ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ആ പഠിച്ച വിജ്ഞാനം, അറിഞ്ഞ വിജ്ഞാനം അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. വിജ്ഞാനത്തിൻ്റെ വലിയ ഭണ്ഡാരമായി, വിജ്ഞാനത്തിൻ്റെ വലിയ മദ്രസയായി സ്വഹാബാക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത് അടുത്ത തലമുറയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈമാറിയ നമ്മുടെ മുൻഗാമികൾ, അവർ റസൂലുള്ളാഹിയെ അടുത്ത തലമുറക്ക് കൈമാറിയെങ്കിൽ നമ്മുടെ മുൻഗാമികളായ സ്വഹാബാക്കളെ ഈ തലമുറക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അവരിലേക്ക് നമുക്ക് ഈ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. സ്വഹാബാക്കളെ സ്നേഹിക്കൽ ദീനാണ്, അവരോടുള്ള വിദ്വേഷം അത് കാപട്യമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു തആല കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ചുകൊണ്ട് അമലാക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.